നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 50,000 രൂപ വരെ കടാശ്വാസം അനുവദിക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ജില്ലാതല സെൽ യോഗം തീരുമാനിച്ചു. 9 എൻഡോസൾഫാൻ ദുരിതബാധിത പഞ്ചായത്തുകൾക്ക് മാർച്ച് ആദ്യവാരം ആംബുലൻസ് ലഭ്യമാക്കുമെന്ന് മന്ത്രി KP മോഹനൻ. കാസർഗോഡ് മെഡിക്കൽ കോളേജ് നിർമ്മാണം മുഖ്യമന്ത്രിയുടെ വാക്ക് വീണ്ടും പാഴ്വാക്കായി. തറക്കല്ലിന് റീത്ത് സമർപ്പിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെയും പീഡിത മുന്നണി പ്രവർത്തകരുടെയും പ്രതിഷേധം. ലോകം കണ്ട ഏറ്റവും ധീരനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സ്നേഹവും കാരുണ്യവുമായിരുന്നു ഗാന്ധിജിയുടെ സന്ദേശമെന്നും കൈതപ്രം. RSS വിജയശക്തി സംഗമം ഞായറാഴ്ച. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മൈതാനത്ത് നടക്കുന്ന സംഗമത്തിൽ 25,000 ഗണവേഷധാരികൾ പങ്കെടുക്കും. കരവിരുതിന്റെ അപൂർവ കാഴ്ചകളൊരുക്കി കാസർഗോഡ്. ജനശ്രദ്ധ പിടിച്ചുപറ്റി ക്രാഫ്റ്റ് ബസാർ. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 50,000 രൂപ വരെ കടാശ്വാസം അനുവദിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ജില്ലാതല സെൽ യോഗം തീരുമാനിച്ചു. ദുരിതബാധിതരുടെ ഗൃഹനിർമ്മാണ വായ്പ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ, ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള വായ്പ എന്നിവ ഒഴികെയുള്ളവയ്ക്കാണ് കടാശ്വാസം അനുവദിക്കുക. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കൃഷിമന്ത്രി KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. 50,000 രൂപ വരെയുള്ള അപേക്ഷകളിൽ ജില്ലാ കലക്ടർക്ക് നടപടിയെടുക്കാമെന്ന് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 1100 അപേക്ഷകളിന്മേൽ കടാശ്വാസം നൽകുന്നതിന് 7 കോടി രൂപ അനുവദിക്കുന്നതിന് സർക്കാരിന് സെൽ കത്തയച്ചിട്ടുണ്ട്. ഫണ്ട് ലഭ്യമായാൽ ഫെബ്രുവരി അവസാനത്തോടെ കടാശ്വാസം അനുവദിക്കും. കടാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് ICDS സൂപ്പർവൈസർമാർ ശേഖരിച്ച അപേക്ഷകളിൽ 1896 എണ്ണം പരിശോധനയ്ക്കായി ലീഡ് ബാങ്ക് മാനേജർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ മുഖേന ബന്ധപ്പെട്ട ബാങ്കുകൾക്ക് നൽകിയാണ് റിപ്പോർട്ടുകൾ ശേഖരിച്ചത്. 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള കടങ്ങളിൽ കമ്മിറ്റി ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കും. 2 മുതൽ 3 ലക്ഷം വരെയുള്ള കടാശ്വാസം അനുവദിക്കുന്നതിന് എൻഡോസൾഫാൻ സെൽ അംഗീകരിച്ച് സർക്കാരിന് ശുപാർശ ചെയ്യും. കാറടുക്ക, കുമ്പടാജെ ഗ്രാമപഞ്ചായത്തുകളിൽ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് കേരള വാട്ടർ അതോറിറ്റി 35 കോടി രൂപയുടെ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആദ്യ പട്ടികയിൽ 11 പഞ്ചായത്തുകൾക്ക് പുറമെയുള്ളവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്ത ധനസഹായം ലഭ്യമാക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ നടത്തിയ ക്യാമ്പുകളിൽ ശുപാർശ ചെയ്തവർക്ക് ധനസഹായത്തിൻ്റെ ആദ്യ ഗഡു അനുവദിച്ചു. പുതുതായി 3 പേരെ കൂടി ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടുത്തി. ആദ്യ ഗഡു അനുവദിച്ചതിനു ശേഷം മരണപ്പെട്ട 8 പേരുടെ ആശ്രിതർക്ക് 2ാം ഗഡു ധനസഹായം നൽകാൻ തീരുമാനിച്ചു. 9 എൻഡോസൾഫാൻ ദുരിതബാധിത പഞ്ചായത്തുകൾക്ക് ആംബുലൻസ് അനുവദിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തീകരിച്ച് മാർച്ച് ആദ്യവാരം ആംബുലൻസ് ലഭ്യമാക്കും. MLAമാർ, ചെയർമാൻമാരായ സബ് കമ്മിറ്റികളും പഞ്ചായത്ത് തല മോണിറ്ററിംഗ് കമ്മിറ്റികളും അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി KP മോഹനൻ പറഞ്ഞു. ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പദ്ധതി പുരോഗതി വിലയിരുത്തുന്നതിനും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ഫെബ്രുവരി 7 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരും. ചില ദുരിതബാധിതർ ചികിത്സ നടത്തുന്ന കണ്ണൂരിലെ ജീവനം ചികിത്സാലയത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറെ യോഗം ചുമതലപ്പെടുത്തി. 30 കിടക്കകളുള്ള ആശുപത്രിയായി ഉയർത്തിയ കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ഒഴിവുള്ള തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്താൻ നിർദ്ദേശം സമർപ്പിക്കും. ദുരിതബാധിതരിൽ കൃത്രിമക്കൈ ഉൾപ്പെടെ പ്രത്യേകം സഹായ ഉപകരണം ആവശ്യമുള്ളവർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൈയൊന്നും ചലിക്കാത്തതും അതുപോലെ തന്നെ കാല് ചലിക്കാത്തതുമായിട്ടുള്ള അവർക്ക് വല്ല ഉപകരണങ്ങളും അത് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുന്നതാണ്. 1-2 പേർക്കാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനും കൂടി തീരുമാനിച്ചു. MLAമാരായ E ചന്ദ്രശേഖരൻ, PB അബ്ദുൾ റസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, NP ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സബ് കളക്ടർ K ജീവൻ ബാബു നവാർഡ് RIDF റിപ്പോർട്ടും പുനരധിവാസ ഗ്രാമം പദ്ധതി റിപ്പോർട്ട് ഡോക്ടർ മുഹമ്മദ് അഷീലും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്ക് വീണ്ടും പാഴ്വാക്കായി. തറക്കല്ലിന് റീത്ത് സമർപ്പിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരും പീഡിത മുന്നണി പ്രവർത്തകരും പ്രതിഷേധിച്ചു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ വാക്ക് വീണ്ടും പാഴ്വാക്കായി.
2013 നവംബർ 30 ഉക്കിനെടുക്കയിൽ മെഡിക്കൽ കോളേജിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ച മുഖ്യമന്ത്രി 2015 300 കിടക്കകളുള്ള ആശുപത്രി തുടങ്ങുമെന്നും ആദ്യ ബാച്ച് ഉടൻ പഠിക്കാൻ തുടങ്ങുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വർഷം 1 പിന്നിട്ടിട്ടും മെഡിക്കൽ കോളേജ് നിർമ്മാണം തറക്കല്ലിൽ മാത്രം ഒതുങ്ങി. ഇതോടെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ ഉൾപ്പെടെ 100 കണക്കിന് വരുന്ന ജനങ്ങളെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാഴ്വാക്കായി. വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാത്തതിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ഏതാനും മാസം മുമ്പ് മുഖ്യമന്ത്രി വീണ്ടും പ്രസ്താവന ഇറക്കി. 2015 ജനുവരി മാസത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു പ്രസ്താവന. മുഖ്യമന്ത്രി സമരക്കാർക്കും കാസർഗോട്ടുകാർക്കും നൽകിയ വാക്ക് വീണ്ടും പാഴ്വാക്കായിരിക്കുന്നു. ജനുവരി മാസം കഴിയുമ്പോഴും നിർമ്മാണം തറക്കല്ലിൽ മാത്രം ഒതുങ്ങുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുഞ്ഞുങ്ങളുടെ അമ്മമാരും എൻഡോസൾഫാൻ പീഡിത മുന്നണി പ്രവർത്തകരും ചേർന്ന് തറക്കല്ലിൽ റീത്ത് സമർപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമരപരിപാടി നടന്നത്. എൻഡോസൾഫാൻ പീഡിത മുന്നണി പ്രവർത്തകരായ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, മുനീസ അമ്പലത്തറ, അഡ്വക്കേറ്റ് പി മുരളീധരൻ, നാരായണൻ പേരിയ, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. 2015 ആയിരിക്കുന്നു. ഇപ്പോഴും അതേ തറക്കല്ല് ഒരു ജനതയെ മാറി മാറി വന്ന ഭരണകൂട ഭീകരത നിലംപരിശാക്കിയ വിഷമഴ കോരിയൊഴിച്ച് പ്രേതരൂപികളാക്കിയ ഒരു ജനതയെ നോക്കി ഇളിച്ചു കാട്ടുകയാണ് ആ തറക്കല്ല്. സവിശേഷമായ ആരോഗ്യ ശ്രദ്ധ പതിയേണ്ട ഒരു പ്രദേശത്ത് ഇത്ര കാലവും അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു മെഡിക്കൽ കോളേജിന്റെ അടിയന്തര സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഈ ജനതയെ അവശതയിൽ നിന്നും രക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാർ കാസർഗോഡിനോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മെഡിക്കൽ കോളേജിന്റെ തറക്കല്ല്. VV പൊതുവാൾ, സുബൈർ പടപ്പ്, അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ, CV നളനി, ഗീതാ ജോണി, KT ബിജുമോൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സമരപരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകം കണ്ട ഏറ്റവും ധീരനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മതേതര സംരക്ഷണ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഭാരതത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നും ലോകം കണ്ട ഏറ്റവും ധീരനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. പാവങ്ങളെ സേവിക്കുന്നതിനായി ഗ്രാമങ്ങളിൽ ഇറങ്ങിയാണ് ഗാന്ധിജി പ്രവർത്തിച്ചത്. സ്നേഹവും കാരുണ്യവുമായിരുന്നു ഗാന്ധിജിയുടെ സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. പതിതരായ ജനങ്ങളെ അദ്ദേഹം ഹരിജനങ്ങൾ എന്ന് പറഞ്ഞു. സത്യാഗ്രഹം കൊണ്ട് ഒരു വലിയ മഹാസാമ്രാജ്യത്തെ കെട്ടിടിച്ചു അദ്ദേഹം. അതുപോലെ സഹന സമരം, സത്യാഗ്രഹം, അതുപോലെ അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം ഈ തന്നെ സ്വയം ഈ സത്യാന്വേഷണ പരീക്ഷണം അദ്ദേഹത്തിൻ്റെ വേറൊരു വിശേഷം. DCC പ്രസിഡന്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കബീർ ഫൈസി ചെറുകോട്, സ്വാമി മാധവ ചൈതന്യ, റവറർ ഫാദർ അലക്സ്, P ഗംഗാധരൻ നായർ, K വെളുത്തമ്പു, PA അഷ്റഫ് അലി, PK ഫൈസൽ, വിനോദ് കുമാർ പള്ളയിൽ വീട് തുടങ്ങിയവർ സംസാരിച്ചു. കരവിരുതിൻ്റെ അപൂർവ കാഴ്ചകളൊരുക്കി ക്രാഫ്റ്റ് ബസാർ. സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ കാസർഗോഡ് ഒരുക്കിയിരിക്കുന്ന ക്രാഫ്റ്റ് ബസാറിൽ ജനത്തിരക്ക് വർദ്ധിച്ചു. കരവിരുതിൻ്റെ അപൂർവ കാഴ്ചകൾ കോർത്തിണക്കി കാസർഗോഡ് ആരംഭിച്ച ക്രാഫ്റ്റ് ബസാർ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷനും കേന്ദ്ര ഹാൻഡിക്രാഫ്റ്റ് കമ്മീഷണറും സംയുക്തമായാണ് ക്രാഫ്റ്റ് ബസാർ 2015 എന്ന പേരിൽ വിപണനമേള ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായി മിലിയൻ തിയേറ്റർ ഗ്രൗണ്ടിലാണ് മേള നടക്കുന്നത്. കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ,
തെലുങ്കാന, തമിഴ്നാട്, കർണാടക തുടങ്ങി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ തങ്ങളുടെ വിവിധ ഉൽപ്പന്നങ്ങളുമായി മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗൃഹാലങ്കാര സാധനങ്ങൾ, കൈത്തറി സാരികൾ, എംബ്രോയിഡറി സോഫ കവറുകൾ, തുകൽ ബാഗുകൾ, ഹൈദരാബാദ് പേൾ ജ്വല്ലറി, രാജസ്ഥാൻ ബെഡ്ഷീറ്റ്, ബംഗാൾ കോട്ടൺ സാരികൾ, തിരുപ്പൂർ ഗാർമെൻറ്റ്സ്, ഖാദി ഷർട്ട്സ്, വുഡൻ ഫർണിച്ചർ, കളിപ്പാട്ടങ്ങൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, ഫാൻസി സാധനങ്ങൾ, വിവിധ ഇനം വിത്തുകൾ, ചെടികൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിപണനത്തിനായി ഒരുക്കി വച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളെ ഉൾക്കൊള്ളിച്ച് 60ഓളം സ്റ്റാളുകൾ മേളയിലുണ്ട്. എല്ലാം ഒരു കുടക്കീഴിലെന്ന പോലെ ഒരുക്കിയിരിക്കുന്ന ക്രാഫ്റ്റ് ബസാർ സന്ദർശിക്കുവാനും ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുമുള്ളവരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഇടത്തട്ടുകാരെ ഒഴിവാക്കി കരകൗശല കൈത്തറി മേഖലകളിലെ കലാകാരന്മാർക്കും ശില്പികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യുവാൻ പറ്റുന്ന വേദി കൂടിയാണ് ക്രാഫ്റ്റ് ബസാർ. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് മേള പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 24-ന് ആരംഭിച്ച ക്രാഫ്റ്റ് ബസാർ ഫെബ്രുവരി 12 വരെ നീണ്ടു നിൽക്കും. ക്യാമറമാൻ GKയോടൊപ്പം ഉമേഷ് പൈക്ക, KC ന്യൂസ്. RSS വിജയശക്തി സംഗമം ഞായറാഴ്ച നടക്കും. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് മൈതാനത്ത് നടക്കുന്ന സംഗമത്തിൽ 25,000 ഗണവേഷധാരികൾ പങ്കെടുക്കും. 1-ാം തീയതി നടക്കുന്ന RSS വിജയശക്തി സംഗമത്തിൽ 25,000-ഓളം ഗണവേഷധാരികൾ സംബന്ധിക്കും. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് മൈതാനത്താണ് പരിപാടി നടക്കുന്നത്. മൈതാനത്തെ തയ്യാറാക്കുന്നതിനുള്ള ഭൂമി പൂജ നടന്നു. 1,00,000 ലക്ഷത്തോളം പ്രവർത്തകരുടെ പദസഞ്ചലനം കാസർഗോഡ് നഗരത്തെ സംഘടിത ശക്തിയുടെ കരുത്തുറ്റ കോട്ടയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് മുതിർന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഗണവേഷധാരികളെ കൂടാതെ ആയിരക്കണക്കിന് അമ്മമാരും ക്ഷണിക്കപ്പെട്ട അതിഥികളും പരിപാടിയിൽ സംബന്ധിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3-ന് പദസഞ്ചലനങ്ങൾ ആരംഭിക്കും. 4:45-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബ്രിഗേഡിയർ IN റായി മംഗലാപുരം അധ്യക്ഷത വഹിക്കും. മേജർ BA നഞ്ചപ്പ കൊടക് മുഖ്യാതിഥിയായിരിക്കും. RSS അഖിലഭാരതീയ കാര്യകാരിണി സദസ്യൻ S സേതുമാധവൻ മുഖ്യ പ്രഭാഷണം നടത്തും. കേരള പ്രാന്ത സഹസംഘചാലക് അഡ്വക്കേറ്റ് KK ബാലറാം, മംഗലാപുരം വിഭാഗ് സംഘചാലക് ഡോക്ടർ വാമന ഷേണായ് എന്നിവർ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബസ് യാത്രക്കിടെ 1.5 വയസ്സുകാരി ഉൾപ്പെടെ 4 പേരെ ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച കേസിൽ പ്രതിയെ 12 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. വെള്ളരിക്കുണ്ട് ഭീമനടി പൂങ്ങോട്ടെ സോളമൻ തോമസിനെയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് MJ ശക്തിധരൻ ശിക്ഷിച്ചത്. ഭീമനടി പൂങ്ങോട്ടെ സോളമൻ തോമസിനെയാണ് 12 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത്. 2014 മെയ് 3-ന് വൈകിട്ട് 6:30 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. കാഞ്ഞങ്ങാട് കടുമേനി റൂട്ടിലോടുന്ന ബസ് യാത്രയ്ക്കിടെ അശ്ലീല പാട്ടുപാടി ശല്യം ചെയ്ത സോളമൻ തോമസിനെ സഹയാത്രികർ ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതനായ സോളമൻ കയ്യിൽ ഉണ്ടായിരുന്ന ആസിഡ് യാത്രക്കാരുടെ നേർക്ക് ഒഴിക്കുകയായിരുന്നു. സംഭവത്തിൽ വിയറ്റ്നാം കോളനിയിലെ ഊരുമൂപ്പൻ VK ബിജോ, ഓമനക്കുട്ടൻ, ജിബിൻ്റെ 1.5 വയസ്സുള്ള മകൾ നിരഞ്ജന എന്നിവർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ക്രിമിനൽ നിയമ ഭേദഗതി വന്ന ശേഷമുള്ള ആദ്യത്തെ ആസിഡ് ആക്രമണ കേസാണ് ഇത്. പിഴ സംഖ്യയിൽ നിന്നും പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകണം. പ്രതി പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി തടവ് അനുഭവിക്കണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് CMP ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മതരാഷ്ട്രീയ തീവ്രവാദ നിലപാടുകൾക്കെതിരെയാണ് CMP ജില്ലാ കമ്മിറ്റി സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് സത്യാഗ്രഹം ഒരുക്കിയത്. CMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 67 വർഷങ്ങൾക്ക് ശേഷവും 67 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ മതവികാരത്തിൻ്റെയും സ്പർദ്ധയുടെയും രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ്. ഇവിടെ ബഷീർ വള്ളിക്കോത്ത് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഗാന്ധിജി മരിക്കുകയായിരുന്നില്ല, കൊല്ലപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനുവരി 30 എല്ലാ കാലത്തും
രക്തസാക്ഷിത്വ ദിനമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. വി കമ്മാരൻ അധ്യക്ഷനായി. ബഷീർ വെള്ളിക്കോത്ത്, സുഭാഷ് ചീമേനി, PK രഘുനാഥ്, ലക്ഷ്മി തമ്പാൻ, VV കമലാക്ഷി എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടുന്നു. കുഞ്ചത്തൂരിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രോത്സവത്തിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച 15ഓളം ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചു. കുഞ്ചത്തൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവത്തിന്റെ പ്രചരണ ബോർഡുകളാണ് വ്യാപകമായ രീതിയിൽ നശിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിനും കുഞ്ചത്തൂർ ജംഗ്ഷനും ഇടയിലുള്ള പ്രദേശങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. ബ്ലേഡ് ഉപയോഗിച്ച് ബോർഡുകൾ നശിപ്പിച്ചതെന്നാണ് നിഗമനം. ഫെബ്രുവരി 4 മുതൽ 12-ാം തീയതി വരെയാണ് കുഞ്ചത്തൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ പ്രചരണാർത്ഥം കുഞ്ചത്തൂരിൽ നിരവധി ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ ബോർഡുകൾ മാത്രം തിരഞ്ഞുപിടിച്ച് നശിപ്പിച്ച സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം നടത്തുവാൻ മാട അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിനു മുന്നിൽ കൂട്ടിയിട്ടിരുന്ന 5 ടണ്ണിലധികം വരുന്ന മരത്തടികൾ തീവച്ച് നശിപ്പിച്ചിരുന്നു. ഇതിനു പുറമെ ഉദ്യാവരയിലെ ഒരു ക്ലബിനും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൊലീറോ കാറിനു നേരെയും തീവെപ്പ് നടന്നിരുന്നു. മഞ്ചേശ്വരത്തെ സമാധാനാന്തരീക്ഷം തകർക്കുവാൻ ചില ഗൂഢശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇതിനിടെ മഞ്ചേശ്വരത്ത് അടിക്കടിയുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളെ വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ അപലപിച്ചു. നാടിൻ്റെ സമാധാനാന്തരീക്ഷം നിലനിർത്തുവാൻ രംഗത്തിറങ്ങുമെന്നും ജനങ്ങളുടെ ആശങ്കയകറ്റുവാൻ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി മംഗലാപുരം ജനപദ അവതരിപ്പിക്കുന്ന കന്നഡ മൾട്ടിമീഡിയ നാടകമായ ടിക്കറ്റിന്റെ ആദ്യ പ്രദർശനം ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മദ്യപാനം, പുകവലി എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യവുമായി ടിക്കറ്റ് പ്രദർശനത്തിന് ഒരുങ്ങി. നൂതന സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തി മംഗലാപുരം ജനപദയാണ് കന്നഡ മൾട്ടിമീഡിയ നാടകമായ ടിക്കറ്റ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പ്രദീപ് കാസർഗോഡാണ് നാടകത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. നാടകത്തിൻ്റെ ആദ്യ പ്രദർശനം ശനിയാഴ്ച നടക്കും. വൈകുന്നേരം 6 മണിക്ക് കാസർഗോഡ് മുരളി മുകുന്ദ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രഥമ പ്രദർശനത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ചടങ്ങിൽ എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി സ്വാമികൾ ആശീർവചനം നടത്തും. ജില്ലാ പോലീസ് ചീഫ് തോംസൺ ജോസ് അധ്യക്ഷത വഹിക്കും. വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖർ മുഖ്യാതിഥിയായി ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രദീപിൻ്റെ ഒരു നാടകത്തിൻ്റെ അരങ്ങേറ്റമാണ് ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുരളി മുകുന്ദ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. എന്നൊരു മഠാധിപതി കേശവാനന്ദ ഭാരതി, അതുപോലെ തന്നെ SP തോംസൺ ജോസ്, ജോഗി ഗിരീഷ് റാവു, മാഗസിൻ എഡിറ്റർ ഉദയവാണി, ഗണേഷ് കാസർഗോഡ് ചിഹ്ന അടക്കമുള്ള ഒരുപാട് സാമൂഹ്യ നാടക ചലച്ചിത്ര രംഗത്തെ പ്രമുഖ ആൾക്കാരൊക്കെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രദീപ് കാസർഗോഡ്, കൊപ്പൽ അബ്ദുള്ള, GK ഷെട്ടി, KV ദാമോദരൻ, സുബ്ബണ്ണ ഷെട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. MSF ചെമ്മനാട് പഞ്ചായത്ത് സമ്മേളനം ശനിയാഴ്ച നടക്കും. വിദ്യാർത്ഥിത്വം ഉയർത്തുക എന്ന മുദ്രാവാക്യമുയർത്തി പരവനടുക്കത്ത് നടത്തുന്ന സമ്മേളനത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ഹാജി അബ്ദുള്ള ഹുസൈൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം യൂത്ത് ലീഗ് വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ വയനാട് മുഖ്യ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് നടക്കുന്ന വിദ്യാർത്ഥി സമൂഹം രാഷ്ട്രീയം എന്ന സെഷൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൽ കുഞ്ഞി കീഴൂർ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 1 വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി റാലി ദേളി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. 4 മണിക്ക് കോഴിയിടുക്കയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ PK ഫിറോസ് മുഖ്യ പ്രഭാഷണവും MSF സംസ്ഥാന സെക്രട്ടറി അസീസ് കളത്തൂർ പ്രമേയ പ്രഭാഷണവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാർത്ഥിത്വം ഉയർത്തുക എന്ന പ്രമേയത്തിൻ്റെ ആസ്പദമായി നവംബർ 1 മുതൽ സംസ്ഥാന MSF ശാഖാതലം മുതലുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി ചെമ്മനാട് പഞ്ചായത്ത് MSF നടത്തുന്ന സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്ക്
സ്വാഗത സംഘ ചെയർമാനും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായ ഹാജി അബ്ദുല്ല ഹുസൈൻ പരമടക്കം LP സ്കൂൾ ഗ്രൗണ്ട് പരിസരത്ത് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനം ആരംഭിക്കുന്നുണ്ട്. MSF ഭാരവാഹികളായ KT നിയാസ്, റൌഫ് ബാവിക്കര, നവാസ് ചെമ്പരിക്ക, മുന്തസിർ തങ്ങൾ, നഷാത്ത് പരവനടുക്കം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. നികുതി വെട്ടിച്ച് വിദേശത്തു നിന്നും കടത്തിയതാണെന്ന് സംശയിക്കുന്ന 12 ലക്ഷത്തോളം രൂപയുടെ മൊബൈൽ ഫോൺ ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കാസർഗോഡ് ഫോർട്ട് റോഡിലെ മുജീബിന്റെ വാടക വീട്ടിൽ നിന്നാണ് വിദേശ നിർമ്മിത സാധനങ്ങൾ പിടിച്ചെടുത്തത്. കാസർഗോഡ് നഗരത്തിൽ വിതരണം ചെയ്യുവാനാണ് ഇവ എത്തിച്ചതെന്നാണ് നിഗമനം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിൽ വീരമൃത്യു മരിച്ചവരെ അനുസ്മരിച്ച് സിവിൽ സ്റ്റേഷനിലും വിവിധ സർക്കാർ ഓഫീസുകളിലും 2 മിനിറ്റ് നേരം മൗനം ആചരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ ഗ്രാമത്തിന്റെ രൂപരേഖ ചർച്ച ചെയ്യുവാൻ ഫെബ്രുവരി 27 രാവിലെ 10 മണിക്ക് കാസർഗോഡ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുമെന്ന് കൃഷിമന്ത്രി KP മോഹനൻ അറിയിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാൻ ശ്രമമെന്ന് ആരോപണം. ദേശീയ ഗ്രാമീണ തൊഴിലാളി കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC അജാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദാശ്രമം പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമരം നടന്നത്. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ ഉന്നത തലത്തിലുള്ള നേതാക്കന്മാരും അന്നത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാരിൽ നിന്ന് ചർച്ച ചെയ്ത ഒരു തീരുമാനമെടുത്തു. ഒരു പുതിയ തൊഴിലാളി പദ്ധതി കൊണ്ടുവരണം. ആ തൊഴിലാളി പദ്ധതി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി അത് നിയമപരമായി വിശകലനത്തിന് വിധേയമാവുകയും കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്താൽ ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് പാർലമെന്റിൽ നിയമം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2005 ഇന്ത്യൻ പാർലമെന്റിൽ ഈ തൊഴിലാള പദ്ധതിക്ക് വേണ്ടി പുതിയ നിയമം കൊണ്ടുവന്നു. P ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. അരവിന്ദാക്ഷൻ നായർ, DV ബാലകൃഷ്ണൻ, P ബാലകൃഷ്ണൻ, KP വിജയൻ, KV രാഘവൻ, P മോഹനൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 50,000 രൂപ വരെ കടാശ്വാസം അനുവദിക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ജില്ലാതല സെൽ യോഗം തീരുമാനിച്ചു. 9 എൻഡോസൾഫാൻ ദുരിതബാധിത പഞ്ചായത്തുകൾക്ക് മാർച്ച് ആദ്യവാരം ആംബുലൻസ് ലഭ്യമാക്കുമെന്ന് മന്ത്രി KP മോഹനൻ. കാസർഗോഡ് മെഡിക്കൽ കോളേജ് നിർമ്മാണം. മുഖ്യമന്ത്രിയുടെ വാക്ക് വീണ്ടും പാഴ്വാക്കായി. തറക്കല്ലിന് റീത്ത് സമർപ്പിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെയും പീഡിത മുന്നണി പ്രവർത്തകരുടെയും പ്രതിഷേധം. ലോകം കണ്ട ഏറ്റവും ധീരനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സ്നേഹവും കാരുണ്യവുമായിരുന്നു ഗാന്ധിജിയുടെ സന്ദേശമെന്നും കൈതപ്രം. RSS വിജയശക്തി സംഗമം ഞായറാഴ്ച. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മൈതാനത്ത് നടക്കുന്ന സംഗമത്തിൽ 25,000 ഗണവേഷധാരികൾ പങ്കെടുക്കും. കരവിരുതിന്റെ അപൂർവ കാഴ്ചകളൊരുക്കി കാസർഗോഡ്. ജനശ്രദ്ധ പിടിച്ചുപറ്റി ക്രാഫ്റ്റ് ബസാർ. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.